ഹലോ സുഹൃത്തുക്കളെ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ട്രിപ്പ് പോകണം. അപ്പോൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഇപ്പം ഞാൻ ശരിക്കും നമുക്ക് ട്രിപ്പ് പോകാനായിട്ട് ഒരു അടിപൊളി ക്യാമറ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഗൈസ് ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമറ മേടിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമറ മേടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും ഗൈസ് സോണിയുടെ A7C അങ്ങനെയുള്ള ക്യാമറ, A7 അല്ല, സോണി ZV-E10 എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട്. നമ്മുടെ പല വ്ളോഗേഴ്സും മറ്റ് യൂട്യൂബ് ഇതൊക്കെ ഉള്ളവർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കോസ്റ്റ് അത്യാവശ്യം ഹൈയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഞാൻ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ ബൈക്കിലാണ്. സോ എനിക്ക് ഒരു മോട്ടോ വ്ളോഗ് സെറ്റപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യാമറ, അതേപോലെ ആക്ഷൻ ക്യാമറ വേണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് GoPro ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ GoPro മൈൻഡിൽ ഞാൻ പോയി GoPro ഒക്കെ നോക്കി, അത്യാവശ്യം ഹാപ്പിയാണ്. GoPro 13 ആണ് നോക്കിയത്. പക്ഷേ ഞാനപ്പോൾ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സ് ഇപ്പോൾ പലരും റെക്കമെൻഡ് ചെയ്യുന്നത് DJIയുടെ Action 5 Pro ആണ്. അപ്പോൾ ഞാൻ അത് തന്നെ വാങ്ങി ഗൈസ്, ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഈ DJI Action 5 Pro എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഈ GoPro ഉണ്ടല്ലോ, GoPro എന്ന് പറയുന്ന സംഭവം ഒരു അമേരിക്കൻ കമ്പനിയാണ്. മാത്രമല്ല GoProയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹീറ്റായിട്ട് തന്നെ ഓഫായി പോവുക. അങ്ങനത്തെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു ഫ്ലോനെസ് കിട്ടൂല. കാരണം നമ്മൾ അറിയത്തോലുമില്ല ഈ സാധനം ഓഫായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് GoProക്ക് വരുന്നുണ്ട്. എന്നാൽ Action 5 Pro ഇച്ചിരി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മീൻസ് പല റിവ്യൂസിലും പലരും റെക്കമെൻഡ് ചെയ്യണം. ഈ അടുത്ത് നമ്മുടെ സുജിത്തേട്ടൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും പുള്ളി 5 Pro ആണ് മേടിച്ചത്, Action 5 Pro. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നുണ്ട്. സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ DJI Action 5 Pro ക്യാമറ. നമുക്കുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്, DJI Action 5 Proൻ്റെ. ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കാൻ തോന്നുന്നു. ഇതിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയണം. ഒന്ന്, നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നതാണ് Action 5 Pro ഒബ്വിയസ്ലി ക്യാമറ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 3 ബാറ്ററി കിട്ടുന്നുണ്ട്. ഇതിൽ 3 ബാറ്ററി, ടോട്ടൽ 3 ബാറ്ററി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഒരു കേസ് ഉൾപ്പെടെ വരുന്നുണ്ട്, അത് നല്ലതാണ്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ റോഡ് കിട്ടുന്നുണ്ട്. പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഇൻറ്റു 2 എന്നാണ് എടുത്തേക്കുന്നത്. അതായത് നമുക്ക് ഇതെല്ലായിടത്തും നമുക്കറിയാമല്ലോ, മോട്ടോ വ്ളോഗിനൊക്കെയാണ് മിക്ക ആൾക്കാരും ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് തന്നെ. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ക്രൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം, വിച്ച് ഈസ് ആക്ച്വലി വെരി ഗുഡ്. പ്രൊട്ടക്റ്റീവ് കേസ് വരുന്നുണ്ട് നമുക്കിതിൽ. അതേപോലെ തന്നെ നമുക്കൊരു കേർവ്ഡ് അഡാസീവ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന ഇതൊക്കെ എല്ലാം നമുക്ക് ഈ മോട്ടോ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ അതേപോലെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. റെവല്യൂഷണറി ഇമേജിംഗ് പ്രോസസ്സിംഗ് വിത്ത് ഓൾ ന്യൂ 1.3 ഇഞ്ച് സെൻസർ ന്യൂ ആണ്. മാത്രമല്ല നമുക്ക് സെൻറ്റർ ട്രാക്കിംഗ്, ഇത് ഏറ്റവും വലിയ ഫീച്ചറാണ് ഗൈസ്. നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും, സബ്ജക്റ്റ് ട്രാക്കിംഗ് സംഭവം നമുക്ക് പറ്റും ഇതിൽ. പിന്നെ HDR സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റൻഡഡ് ബാറ്ററി. നമ്മുടെ ഈ DJI 4 Proയിനേക്കാളും ഇത്തിരി കൂടി ബാറ്ററിയുടെ MAH കൂടിയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, നമുക്ക് MAH കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയുടെ ലെങ്ത്തും അതിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ പ്രൊഫഷണൽ ഓഡിയോ റെക്കോർഡിംഗ് സംഭവം ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ റീബസ്റ്റ് 360 അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. അൺബോക്സ് ചെയ്യാനൊന്നുമില്ല, നേരത്തെ തുറന്നു നോക്കിയൊരു ഐറ്റമാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമറ ഇതാണ്, DJI Action 5 Pro വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഓൾറെഡി കവറിലിട്ട് വെച്ചേക്കണേണ്. ജസ്റ്റ് കവറൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചിരുന്നു എനിക്ക്. ഇങ്ങനെയാണ് ഇത്. നമുക്ക് ഓൾറെഡി അതിൻ്റെ കവർ ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ കവർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ മാത്രമായിട്ട് എടുക്കണതാണ്. ഉണ്ട്, ഇതാണ് നമുക്ക് ക്യാമറ വരുന്നത്, DJI Action 5 Pro. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണത് ആക്ച്വലി. സോറി പവർ ഓൺ ചെയ്യാനായിട്ട് ഗൈസ് നമ്മളെ ബാറ്ററി ഇട്ടിട്ടുള്ള ഒരു സെക്കൻഡ്. ആദ്യം പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തു വെക്കാം ഗൈസ്. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് വരുന്ന ക്ലിപ്സാണിത്. അതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ക്രൂസ് വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാനായിട്ട് ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റിൽ ഇടാനായിട്ട് പറ്റുന്ന മറ്റേ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ഗൈസ്, ബാറ്ററി വിത്ത് ബാറ്ററി കേസ്. 3 ബാറ്ററീസാണ് നമുക്ക് വരുന്നതിൻ്റെ. അപ്പം ഈ ബാറ്ററീസ് നമുക്ക് ഏകദേശം ഇതുണ്ടോ ഗൈസ്, 1950 mAh വരുന്ന 3 ബാറ്ററീസാണ് കിട്ടുന്നത്. ടോട്ടൽ 3 ബാറ്ററീസാണ് കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് ഒരു ബാറ്ററി എടുക്കുക. ഇതിപ്പം 3ഉം ഫുൾ ചാർജിലാണ്. അതാണ് ഈ പച്ച എത്തുന്നത്. അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് ആയിരിക്കും. ആക്ച്വലി യെല്ലോ ലൈറ്റ് ആയിരിക്കും നമ്മൾ കിട്ടുമ്പോൾ നോക്കുമ്പോൾ യെല്ലോ ലൈറ്റ് ആയിരിക്കും വരുന്നത്. ഇവിടെ ബട്ടൺ ഉണ്ട്, ഇത് ആക്ച്വലി പ്രസ് ചെയ്ത വർക്ക് ചെയ്യുന്ന ബട്ടണാണ്.
നമ്മൾ ഫുൾ ചാർജ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇടാം. ഇത് ഇടണമെന്ന് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് വലിക്കണം സുഹൃത്തുക്കളെ, മുകളിലേക്ക് വലിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഉള്ളിലെ ഭാഗവും കണ്ടായിരുന്നു നിങ്ങൾ, ഇതൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ അതേപോലെ മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ള ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ബൂട്ടപ്പായി വന്നു. ആക്റ്റീവ് ബിഫോർ ഇത് ഓൾറെഡി വരുന്നതാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എന്തായാലും അത് വരും. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറയിൽ വരുന്ന കുറച്ച് സെറ്റിങ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ ഉപയോഗിക്കുന്നത്. DJ എന്നല്ല, ക്യാമറ തന്നെ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ കുറച്ച് റെസൊല്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് 1080p വരുന്നുണ്ട് 16:9 റേഷ്യോയിൽ. നമുക്ക് 24 FPS, അതേപോലെ തന്നെ 25 FPS ഷൂട്ട് ചെയ്യാം, 30 FPS. അങ്ങനെ റെസൊല്യൂഷൻ. ഈ FPS നമുക്ക് കൂടുന്തോറും നമ്മുടെ വീഡിയോയുടെ എന്താ പറയുന്നത് സ്മൂത്ത്നെസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുന്നത് ട്രാവലിംഗ് വീഡിയോസിനൊക്കെ ഇച്ചിരി നല്ല റേഷ്യോ കൂടുതലുള്ള FPS ഉണ്ടെങ്കിൽ ഇച്ചിരി സ്മൂത്ത് ആയിരിക്കും. പിന്നെ അതേപോലെ 2K അതേപോലെ 4K നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. സബ്ജക്റ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലോ മോഷൻ വരുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സ് എടുക്കാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ സൂപ്പർ നൈറ്റ് ഗൈസ്, ഇത് ഫീച്ചർ കിട്ടുന്ന സാധനമാണ്. കാരണം നമുക്ക് ഗോപ്രോയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഗോപ്രോ ഉണ്ടോ ഞാൻ പറയുന്നത്, ഗോപ്രോയിലെ ഏറ്റവും വലിയൊരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് രാത്രി കാലങ്ങളിൽ കാണത്തില്ല. ഇക്കത്തെ കൊതുക് ഗൈസ്, അതാണ് പ്രശ്നം കൊടുത്തത്. രാത്രി സമയത്ത് ഒരിക്കലും നമുക്ക് ആ വീഡിയോ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ സൂപ്പർ സ്റ്റഡി നൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് വിഷ്വൽസ് ഇത്തിരി ബെറ്റർ ആയിരിക്കും. രാത്രി നമുക്ക് ആ ഒരു വിഷ്വൽസ് ബെറ്റർ ആയിരിക്കും. കാരണം ഓൾറെഡി ഇതിൻ്റെ സെൻസർ കുറവാണ്. അപ്പോൾ നൈറ്റ് സമയത്ത് എന്തായാലും ഡിമ്മായിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഓടി ഇത്തിരി ബെറ്റർ ആയിട്ട് നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ഒരു ക്യാമറയിലൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ എടുക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ 15 അതിൽ തന്നെ നമ്മൾ 4K 60 FPS ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് പറയണം, ഐഫോണിൻ്റെ ക്വാളിറ്റി ഒന്ന് പറയണം, വീഡിയോ ക്വാളിറ്റി. സൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യണ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്കിലാണ്. അത് ഇൻബിൽഡ് മൈക്കല്ല, നമ്മൾ അല്ലാതെ എക്സ്റ്റേണൽ മൈക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ ഇനി ഷൂട്ട് ചെയ്യാം ഗൈസ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൂട്ടേജ് വരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആ സ്റ്റിക്കിലാണ് പിടിച്ചേക്കുന്നത്. ജസ്റ്റ് ഞാൻ ആ ക്യാമറ ഒന്ന് ടിൽറ്റ് ചെയ്ത് വിഷ്വൽസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, നമുക്ക് ഇതിൽ തന്നെ സ്റ്റെബിലൈസേഷൻ മോഡ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റെബിലൈസേഷനും ഓഫ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലാണ്. 4K 60 FPS നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന ഈ ഇൻറ്റേർണൽ മൈക്കിൽ തന്നെയാണ്. ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് സബ്ജക്റ്റ് ട്രാക്കിംഗ് ഉണ്ട്. ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ, അടിപൊളിയൊരു ഫീച്ചറാണ്.